അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നഹ്വുൽ അറബി എന്നുള്ള നമ്മുടെ കോഴ്സിലേക്ക് പുതുതായി വന്ന വിദ്യാർത്ഥികൾ, അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ മീസാൻ്റെ ക്ലാസ്സാണ്. ഈ ക്ലാസ് നമ്മൾ ഒരു വിശാലമായിട്ടിങ്ങനെ എടുക്കുന്നില്ല, മറിച്ച് 4 ക്ലാസ്സുകളായിട്ടാണ് എടുക്കുന്നത്. ഈ ക്ലാസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കേൾക്കുക, അതുപോലെ തന്നെ അത് പഠിക്കുക. ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ അടുത്ത കിതാബ് പഠിക്കുന്നതിനോടൊപ്പം എന്ത് ചെയ്യും, ഇത് ഒന്നുകൂടെ നമുക്ക് ആവർത്തിക്കും. അതായത് മുറാജ നടത്തുകയും അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള എക്സാമുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ വിശദീകരിക്കുക, അത്തരം വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവരും. അപ്പോൾ പ്രഥമമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൽമു സർഫാണ്. ഇൽമു സർഫ്, ഇൽമു നഹ്വ്. നമ്മൾ ആദ്യം ഇൽമു സർഫിൻ്റെ ഒരു 3 കിതാബുകൾ അത് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നഹ്വിലേക്ക് കടക്കുക. ഇൽമു സർഫ് കൃത്യമായിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ച് നഹ്വ് പഠിക്കുക എന്നുള്ളത് അത്ര പ്രയാസമല്ല. രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മാത്രമല്ല ഇൽമു സർഫ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചതായ ഒരർത്ഥം, ആ ഒരർത്ഥത്തിലേക്ക് ഈ കലിമത്തിനെ എങ്ങനെ കൊണ്ടുവരാം. ഉദാഹരണത്തിന് പറയാണ്, ഞാൻ അടിക്കുകയില്ല. അപ്പോൾ അടിക്കുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പദം ഏതാണ്? ലൊർബ്. ലൊർബ് എന്ന് പറഞ്ഞാൽ അടിക്കൽ. അപ്പോൾ ഞാൻ അടിക്കുകയില്ല എന്നെങ്ങനെ പറയും? ആ ഒരു ലക്ഷ്യം ഉണ്ടല്ലോ, ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രക്രിയ, അതിനാണ് ഇൽമു സർഫ് എന്ന് പറയാം. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഈ പള്ളി ദർസിലൊക്കെ പഠിക്കുന്ന രീതിയിലുള്ള കിതാബുകൾ, അത് വെച്ചിട്ട് ഒരാഴത്തിലുള്ള പഠനമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, പുറമെയുള്ള പല ലളിതമായ കിതാബുകളും അത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഈ സർഫാണെങ്കിലും നഹ്വാണെങ്കിലും ഒരു കൃത്യമായ രൂപത്തിൽ മനസ്സിലാകാത്തൊരു പ്രശ്നം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ പഴയ സിലബസിലുള്ള കിതാബുകൾ തന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. പിന്നെ ഈ കിതാബ് രചിച്ച ആളുടെ പേര് മുഹമ്മദ് ലബ്ബൽ ഖാഹിരി എന്ന് പറയുന്ന കായൽ പട്ടണത്തിലുള്ള ഒരാളാണ്. അതല്ല, ഫാരിസി ഭാഷയിൽ രചിക്കപ്പെട്ടൊരു കിതാബാണ് എന്നും പറയപ്പെടുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് കിതാബ് ഓതി തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, സർവസ്തുതിയും, ലില്ലാഹി, അല്ലാഹുവിനാണ്. റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വൽ ആഖിബത്തു, അന്തിമ വിജയം, അതാർക്കുള്ളതാണ്? ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്കുള്ളതാണ്. വസ്സലാത്തു വസ്സലാമു, അല്ലാഹുവിൽ നിന്നുള്ള സ്വലാത്തും സലാമും, അലാ സയ്യിദിന മുഹമ്മദ്, നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുണ്ടാകട്ടെ. അതുപോലെ തന്നെ വ ആലിഹി വ സഹ്ബിഹി, അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും അവിടുത്തെ സഹാബത്തിൻ്റെ മേലിലും, അജ്മായിൻ, അജ്മായിൻ എന്ന് പറയുമ്പോൾ മേൽ പറയപ്പെട്ട സർവരുടെ മേലും ഉണ്ടാകട്ടെ. നമ്മൾ ജമീഅൻ എന്ന് പറയുമല്ലോ, എല്ലാവരും, അതല്ലെങ്കിൽ എല്ലാം. അപ്പം അത്തരത്തിലുള്ള മുമ്പ് പറഞ്ഞ വിഷയത്തിനൊരു ബലം കൊടുക്കുന്നതിന് വേണ്ടി വരുന്ന പദാണേത്? ജമീഅ, അതുപോലെ തന്നെ അജ്മായിൻ എന്നുള്ളതൊക്കെ. വബഅദു, വബഅദു എന്ന് പറയുമ്പോൾ ബിസ്മി, നേരത്തെ പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ ചൊല്ലി, ബിസ്മി ചൊല്ലി, ഹംദ് ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, സലാം ചൊല്ലി. അപ്പോൾ ബിസ്മിക്കും ഹംദിനും സ്വലാത്തിനും സലാമിനും ശേഷം ഞാനിതാ പറയുന്നു. എന്ത് പറയുന്നു? അതായത് മുസന്നിഫ് ഇങ്ങനെ ബിസ്മിക്കും ഹംദിനും സ്വലാത്തിനും സലാമിനും ശേഷം പറയാൻ പോവാണ് ഈ ഇൽമു സർഫിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ഈ വബഅദു എന്നുള്ളതിലെ വാവ് തന്നെ വളരെ വിശാലമായ, നമ്മളിപ്പോൾ അത് നഹ്വുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്, വളരെ വിശാലമായി ചർച്ചയുള്ള വിഷയമാണ് ഇത്, ഈ വബഅദു എന്നുള്ളതിലെ വാവ്. അതുപോലെ തന്നെ ബഅദു എന്നുള്ളതും. അപ്പോൾ ഇതൊക്കെ നഹ്വിൽ കുറച്ച് താഴെത്തട്ടിലുള്ള വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ അതിലേക്കൊക്കെ എത്തും. അല്ലാഹു ബാരിക് ഫീക്കും, അല്ലാഹു യുവഫിഖുക്കും. പിന്നെ ഈ കിതാബ് തുടങ്ങുന്നത് ഫിഅല് എത്ര രൂപത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്.
പൊതുവെ നമ്മൾ പലതരം ഫിയാലുകൾ കാണാറുണ്ട്. പക്ഷെ ഈ ഫിയാലുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് 4 രൂപത്തിലായിരിക്കും. ഏതൊരു ഫിയാലാണെങ്കിലും ഈ 4 രൂപത്തിൽപ്പെട്ട ഒരു ഫിയാലായിരിക്കും. ഏതൊക്കെയാണ് ആ 4 ഫിയാലുകൾ? ആ വിഷയങ്ങളാണ് പറയുന്നത്. ഇന്നൽ അഫ്ആല, നിശ്ചയമായും ഫിയാലുകൾ, ഫിയാലു എന്നുള്ളതിൻ്റെ ബഹുവചനാണ് അഫ്ആൽ. നിശ്ചയമായും ഫിയാലുകൾ അല അർബഅത്തി അഖ്സാമിൻ, 4 ഇനങ്ങളാണ്. ഒന്നാമത്തത് മാലിൻ, മാലിയായ ഫിയാലാണ്. മാലിയായ ഫിയാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാലം ഉണ്ടല്ലോ, സമയം. സമയം എന്നുള്ളത് 3 രൂപത്തിലാണ് വരാം. ഒന്ന് കഴിഞ്ഞു പോയ സമയം, മറ്റൊന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലം, പിന്നെ വരാനിരിക്കുന്ന കാലം, ഭാവി കാലം. അതായത് ഭൂതകാലം, കഴിഞ്ഞുപോയ കാലം, വർത്തമാനകാലം, നടന്നുകൊണ്ടിരിക്കുന്ന കാലം, പിന്നെ ഭാവി കാലം, വരാനിരിക്കുന്ന കാലം. ഈ 3 രൂപത്തിലാണ് എന്ത് ചെയ്യുക, സമയങ്ങൾ വരാം. അപ്പോൾ ഈ സമയങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിയാലുകൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഫിയാലുകൾ 4 രൂപത്തിലാണ്. ഒന്നാമത്തത് മാളിയാണ്. മാളിയായ ഫിയാൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയൊരു സമയം, കഴിഞ്ഞു പോയ സമയത്ത് ഒരു പ്രവൃത്തി നടന്നിരുന്നു എന്നെന്ത് ചെയ്യും, ആ ഫിയാലിൽ നിന്ന് അർത്ഥം കിട്ടും. ഉദാഹരണത്തിന് നസ്സലൽ കിതാബ്, കിതാബ് ഇറക്കി, അതായത് അള്ളാഹു എന്ത് ചെയ്തു, കിതാബ് ഇറക്കി. അപ്പോൾ കിതാബ് ഇറക്കുക എന്നുള്ള പ്രവൃത്തി അത് കഴിഞ്ഞു പോയൊരു കാലത്ത് സംഭവിച്ചതാണ്. എന്ത് ചെയ്തു, നമുക്ക് നസ്സല എന്ന് പറഞ്ഞപ്പോൾ കിട്ടി. കാരണം എന്താ, നസ്സല എന്നുള്ളത് ഒരു മാളിയായ ഫിയാലാണ്. ഇനി അങ്ങല്ല. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം, യുനസ്സിലുൽ മാ, വെള്ളം ഇറക്കും, മിനസ്സമായി, ആകാശത്ത് നിന്നും വെള്ളം ഇറക്കും. അപ്പോൾ വെള്ളം ഇറക്കും എന്ന് പറയുമ്പോൾ അത് വെള്ളം വന്നിട്ടില്ലല്ലോ, ഇനി വരാനിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫിയാലിൽ നിന്ന് നമുക്ക് അർത്ഥം മനസ്സിലാക്കുന്നതെങ്കിൽ അതിന് മറ്റൊരു പേരാണ് പറയാം. നമ്മൾ മനസ്സിലാക്കണം, ഒരു ഫിയാൽ കഴിഞ്ഞുപോയ കാലത്ത് നടന്നതാണ് എന്നർത്ഥം കിട്ടുന്നതാണെങ്കിൽ അതിനെന്ത് ചെയ്യും, നമ്മൾ മാദി എന്ന് പറയും. ഇനി വരാനിരിക്കുന്ന കാലത്ത് ഒരു പ്രവൃത്തി സംഭവിക്കും, അതല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അതായത് വർത്തമാന കാലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ ഭാവി കാലത്ത് സംഭവിക്കും, ആ ഒരർത്ഥമാണ് ഒരു ഫിയാലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതെങ്കിൽ ആ ഫിയാലിന് മറ്റൊരു പേരാണ് പറയാം. എന്താ പറയുക, മുസ്തഖബിൽ എന്നാണ് പറയാം. അതുപോലെ തന്നെ അതിന് മുദാരി എന്നും പറയും. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ 4 തരം ഫിയാലുകളിൽ നിന്നുള്ള 2 ഇനം പഠിച്ചു. ഒന്ന് മാദിയും രണ്ടാമത്തത് മുസ്തഖബിലും. മാദി എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച്, മുസ്തഖബിൽ എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്നതോ അതല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയൊരു കാര്യം. ഇനി അതിന് ശേഷം വേറെ 2 ഫിയാലുകളാണ് വരാനുള്ളത്. അത് മുസ്തഖബിലുമായി ബന്ധപ്പെട്ട 2 തരം ഫിയാലുകളാണ്. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, നമുക്ക് വായിച്ചിട്ടാണ് എത്തുമ്പോൾ പറയണ്ടേ. ഫഇന്നൽ അഫ്ആല അല അർബഅത്തി അഖ്സാമിൻ, ഒന്നാമത്തത് മാദിയായ ഫിയാലാണ്. അതിൻ്റെ ഉദാഹരണം മിസ്ലു ഫഅല വ ദറബ, ഫഅലയും ദറബയും പോലെ. മിസ്ലു എന്ന് പറയുമ്പോൾ പോലെ എന്നർത്ഥം. ഫഅല ദറബ എന്നുള്ള 2 ഫിയാലുകളെ പോലെ. ഫഅല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രവർത്തിച്ചു, മുമ്പൊരു കാര്യം പ്രവർത്തിച്ചു, അതിനെക്കുറിച്ചാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫഅല എന്ന് പറയും. ഫഅൽതു കഥ, ഞാൻ ഇന്നതൊക്കെ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ദറബ എന്ന് പറഞ്ഞാൽ അടിച്ചു. ഉദാഹരണം ദറബ്തു ത്വാലിബൻ, ഒരു വിദ്യാർത്ഥിയെ ഞാൻ അടിച്ചു. അപ്പോൾ അടി എന്നുള്ള പ്രവൃത്തി മുമ്പ് കഴിഞ്ഞു പോയതാണ്, അതായത് മുമ്പത്തെ സമയത്ത് ഉണ്ടായതാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു പദത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇനി രണ്ടാമത്തേനും മുസ്തഖബിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മുസ്തഖബിലായ ഫിയാൽ എന്ന് പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ അതല്ലെങ്കിൽ വരാനിരിക്കുന്നതോ ആയ ഒരു കാലത്ത്, ഒരു സമയത്ത് സംഭവിച്ചതായ ഒരു പ്രവൃത്തിയുടെ മേലാണ് എന്ത് ചെയ്യുക, മുസ്തഖബിലായ ഫിയാൽ അറിയിക്കുക. ഉദാഹരണം ഏതുപോലെ, മിസ്ലു യഫ്അലു വയദ്രിബു, യഫ്അലു യദ്രിബു എന്നുള്ള ഫിയാലുകളെ പോലെ. യഫ്അലു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കും, അതല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. യദ്രിബു എന്ന് പറയുമ്പോൾ അടിക്കും, അതല്ലെങ്കിൽ അടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടാവും, എങ്ങനെയാണ് അടിച്ചു കൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ
അടിക്കും. രണ്ടർത്ഥം വരുമല്ലോ. അപ്പോൾ ഏതർത്ഥമാണ് ഈ ഒരു സമയത്ത് വരുന്നത് എന്നെങ്ങനെയാണ് മനസ്സിലാകുക എന്ന് ചോദിക്കും. അതിന് രണ്ട് വിഷയങ്ങളുണ്ട്, രണ്ട് രൂപത്തിൽ മനസ്സിലാകും. ഒന്ന് എന്തു ചെയ്യും, ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നർത്ഥത്തിൽ വരുമ്പോൾ ചില സമയത്ത് അതിന് കൂടെ ലാമ് കൊണ്ടുവരാറുണ്ട്, ലയഫ് അലു എന്ന് പറയാറുണ്ട്. ഇതൊന്നും നിങ്ങളിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് നിങ്ങൾ ഡൗട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ പറയണം. അതുപോലെ തന്നെ രണ്ടാമത്തെ രൂപം എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാകും, ആ സാഹചര്യം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. പിന്നെ പിന്നീട് ചെയ്യാനുള്ളതാണ് എന്നർത്ഥം വരുമല്ലോ, അതും രണ്ട് രൂപത്തിലാണ് മനസ്സിലാകുക. ഒന്ന് ഇതേപോലെ സാഹചര്യം കൊണ്ട് മനസ്സിലാകും, അതല്ലെങ്കിൽ അതിന് മുമ്പ് എന്തുണ്ടാവും, ഒരു സീനൊക്കെ ഇട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ മുസ്തഖബിലായ ഫിയാലിനെ ഉപയോഗിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത കിതാബിൽ, അടുത്തതിൻ്റെ ശേഷമുള്ള കിതാബിൽ, മൂന്നാമത്തെ കിതാബിൽ പഠിക്കാനുള്ള വിഷയമാണ്. പിന്നെ മൂന്നാമത്തെ തരം ഫിയാൽ എന്ന് പറയുന്നത് അമ്രുൻ, അമ്രാണ്. അമ്രു ഫിയാൽ. അമ്ര എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇപ്പം നിങ്ങളോട് പറയാണ് നീ അത് എഴുത്, നീ അത് എഴുത്. അപ്പോൾ അതൊരു കൽപ്പനയാണല്ലോ, ഒരാളോട് പറയുന്ന കൽപ്പനയാണ്. അപ്പോൾ ഇത്തരം കൽപ്പനകളുടെ മേൽ അറിയിക്കുന്ന ഒരു ഫിയാലിനാണ് എന്ത് പറയുക, നമ്മൾ അമ്ര എന്ന് പറയാം. ഉദാഹരണത്തിന് ഉക്തുബ്, നീ എഴുത്. ഖുർആനിലുണ്ടല്ലോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ നീ വായിക്ക്. അപ്പോൾ ഇതാണെന്ത്, അമ്രു ഫിയാല്. അതിന് ഉദാഹരണം ഇഫ് അൽ വളിരിബ്, ഇഫ് അൽ വ ഇളിരിബ്. ഇളിരിബ് എന്ന് പറഞ്ഞാൽ നീ അടിക്ക്, ഇഫ് അൽ എന്ന് പറഞ്ഞാൽ നീ പ്രവർത്തിക്ക്. നഹിയൻ, നാലാമത്തെ ഇനം ഫിയാൽ എന്ന് പറയുന്നത് നഹിയാണ്. നഹി എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ തൊട്ട് വിരോധിക്കുക, നിരോധിക്കുക. നീ അത് ചെയ്യരുത്, നീ പ്രവർത്തിക്കരുത്, നീ എഴുതരുത്, നീ ഇരിക്കരുത്, നീ നിൽക്കരുത്. ഇത്തരം പ്രയോഗങ്ങൾക്കാണ് എന്ത് പറയുക, നമ്മൾ നഹി എന്ന് പറയുക. ഉദാഹരണത്തിന് ഖുർആനിലൊരായത്തുണ്ടല്ലോ, ലാ തഖ്റബു സിന, നിങ്ങൾ സിനയോട് അടുക്ക പോലും ചെയ്യരുത്. മനസ്സിലായ? അതുപോലെ തന്നെ ഒരുപാട് ആയത്തുകൾ, ലാ തംശി മറഹ, അഹങ്കാരത്തോടു കൂടി നീ നടക്കരുത്. അപ്പോൾ ഇത്തരം ഒരു കാര്യം ചെയ്യരുത് എന്നർത്ഥത്തിന് വേണ്ടി വരുന്ന ഫിയാലുകൾക്കാണ് നമ്മൾ എന്ത് പറയുക, നഹി എന്ന് പറയാം. അതിൻ്റെ ഉദാഹരണം ലാ തഫ് അൽ, അതുപോലെ തന്നെ ലാ തദ്രിബ്. ലാ തഫ് അൽ നീ പ്രവർത്തിക്കരുത്, ലാ തദ്രിബ് നീ അടിക്കരുത്. ഇനി നമ്മൾ പറഞ്ഞു 4 ഫിയാലുകളാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഒന്നാമത്തത് മാലി. ഇനി എന്ത് ചെയ്യാണ്, മാലിയിൽ വരുന്ന രണ്ടിനങ്ങൾ, ഒന്ന് മഅറൂഫും ഒന്ന് മജ്ഹൂലും. അതാണ് മാലിയിൽ വരുന്ന രണ്ടിനങ്ങൾ. മഅറൂഫ് എന്ന് പറയുമ്പോൾ ഇത് ഒരു കടിച്ച പൊട്ടാത്ത വിഷയമൊന്നുമല്ല, സിമ്പിൾ വിഷയമാണ്. മഅറൂഫ് എന്ന് പറയുമ്പോൾ അത് ചെയ്ത ആൾ ആരാണ് എന്ത് ചെയ്യും, ആ പദത്തിൽ നിന്ന് നമുക്ക് കിട്ടും. മജ്ഹൂൽ എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി ചെയ്ത ദാതാവ് ഉണ്ടല്ലോ, ആ പ്രവൃത്തി ചെയ്ത ആൾ, അവനെന്ത് ചെയ്യില്ല, ആ ഒരു പദത്തിൻ്റെ കൂടെ പറയപ്പെടില്ല. അതാണ് മജ്ഹൂൽ. ഒന്നുകൂടെ പറയാം, മഅറൂഫ് എന്നുള്ളതിൻ്റെ വാക്കർത്ഥം തന്നെ അറിയപ്പെട്ടതെന്നാണ്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ അവ്യക്തമായത്. പ്രവർത്തിച്ച ആളെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ, ആ പദത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മഅറൂഫ് എന്ന് പറയും. ഇനി പ്രവർത്തിച്ച ആളെ ആ പദത്തിൽ നിന്ന് വ്യക്തമല്ല, അവ്യക്തമാണ്, അങ്ങനെയാണെങ്കിൽ അതിന് മജ്ഹൂൽ എന്നും പറയും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ലറബ സെയ്ദുൻ, സെയ്ദ് അടിച്ചു. അപ്പോൾ അടി എന്നുള്ള പ്രവൃത്തി ചെയ്ത ആളാരാ, സെയ്ദാണ്. അപ്പോൾ സെയ്ദിന് എന്ത് ചെയ്യുന്നുണ്ട്, ലറബ. ഇനിയിപ്പോൾ ലറബ എന്നുള്ളതിന് കൂടെ പറയപ്പെടുന്നുണ്ട്. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്തു, കുറേ നേരം ഇങ്ങനെ പറഞ്ഞു, സെയ്ദിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, സെയ്ദ് നല്ലവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പറയാണ് വലറബ അമ്രൻ, അമ്രിനെ എന്ത് ചെയ്തു, അവൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ലറബ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി അടിച്ചിട്ടുണ്ട്. ആരടിച്ചിട്ടുണ്ട്, സെയ്ദ് അടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആ പ്രവൃത്തി ചെയ്ത ആളെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്താണ്, അത് മഅറൂഫാണ്. ഇനി മജ്ഹൂൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയാണ് അമ്രിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അമ്ര ഇങ്ങനത്തവനാണ്, ഓൻ പാവാണ്, ബലഹീനനാണ്. എന്നിട്ട് പറഞ്ഞു ലുരിബ, അവനെ അടിക്കപ്പെട്ടു, ഫിൽ മസ്ജിദ്, പള്ളിയിൽ വെച്ച് എന്ത് ചെയ്തു, അവൻ അടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു.
അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടില്ല, അടിച്ച ആൾ ആരാ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രവൃത്തി ചെയ്ത ആൾ എന്ത് ചെയ്തിട്ടില്ല, അവിടെ സൂചിപ്പിച്ചിട്ടേ ഇല്ല. മറിച്ച് ആ ആളാരാന്നുള്ള കാര്യം വ്യക്തമാണ്. പിന്നെ ലുരിബ അമ്ര എന്ന് പറഞ്ഞല്ലോ, അമ്രിനെ അടിക്കപ്പെട്ടു. അവിടെ മനസ്സിലാകുന്നത്, അതായത് പ്രവൃത്തി ചെയ്ത ആൾ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല, അടിച്ച ആൾ മനസ്സിലാകുന്നില്ല, മറിച്ച് അടിക്കപ്പെട്ട ആളാണ് എന്ത് ചെയ്യുന്നത് അവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, പ്രവർത്തിച്ച ആൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാറൂഫും, ആ പ്രവർത്തിച്ച ആൾ മനസ്സിലാകുന്നില്ലെങ്കിൽ മജ്ഹൂലും ആണ്. ഇനി അതിനെ വിശദീകരിക്കാണ്. അൽ ഫിഅലുൽ മാളി അൽ മഅറൂഫുൽ മുസ്ബത്ത്. മാളി മഅറൂഫായ ഫിഅൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാളിയായ ഫിഅൽ രണ്ട് രൂപത്തിൽ വരും, മഅറൂഫും മജ്ഹൂലും. മാളി മഅറൂഫായ ഫിഅൽ, പിന്നെ അതിൻ്റെ കൂടെ മുസ്ബത്ത് എന്ന് കണ്ടു. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ എങ്ങനെ പറയില്ലേ, അവൻ ചെയ്തു എന്നുള്ള ഒരു കാര്യം ഉണ്ടായൊരു കാര്യമല്ലേ. അവൻ ചെയ്തു, അവന് പ്രവർത്തിച്ചു, അവൻ അടിച്ചു, അപ്പോൾ അടി എന്നുള്ള പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് മുസ്ബത്തായ പദം എന്ന് പറയാം. ഇനി അതിന് ഓപ്പോസിറ്റ് മൗഫിയാണ്. മൗഫി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, അവനൊരു കാര്യം ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് അവൻ എഴുതിയിട്ടില്ല, അവൻ അടിച്ചിട്ടില്ല. അപ്പോൾ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല എന്നർത്ഥത്തിനാണ് എന്ത് പറയുക, നമ്മൾ മൗഫി എന്ന് പറയാം. മൗഫി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കാര്യത്തെ ഇല്ലായ്മ ചെയ്യാം, അതായത് ഒരു കാര്യം അവൻ ചെയ്തിട്ടില്ല എന്ന് പറയാം. മുസ്ബത്ത് പറയുമ്പോൾ ഒരു കാര്യത്തെ സ്ഥിരപ്പെടുത്താം. നമ്മൾ നേരത്തെ പറഞ്ഞ മാദിയായ ഫിഅൽ മാറൂഫുണ്ട്, മജ്ഹൂലുണ്ട്. ഇനിയിപ്പോൾ മാറൂഫ് ആണെങ്കിൽ തന്നെ എന്ത് വരും? നമ്മൾ ഈ പറഞ്ഞ മുസ്ബത്തും വരും, മൗഫി വരും. അതായത് അവൻ അടിച്ചു, അതാണ് മുസ്ബത്ത്. അവൻ അടിച്ചിട്ടില്ല, അതാണ് എന്ത്? മൗഫി. ഓക്കെ, അവൻ അടിച്ചു എന്ന് പറയുമ്പോൾ മാദിയാണ് അല്ലേ, മുമ്പ് കഴിഞ്ഞു പോയ സമയത്ത് സംഭവിച്ച കാര്യമാണ്. രണ്ടാമത്തേത് മാറൂഫാണ് അല്ലേ, ആ പ്രവൃത്തി ചെയ്ത ആളാരെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആ പദത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. മൂന്നാമത്തേത് മുസ്ബത്താണ്. അങ്ങനെ ഒരു കാര്യം നടന്നു എന്നാണ് പറയുന്നത്, അതല്ലാതെ നടന്നില്ല എന്നല്ല. ഓക്കെ, ഇനി മൗഫിക്ക് ഒരു ഉദാഹരണം എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. മാ കത്തബ ത്വാലിബു, വിദ്യാർത്ഥി എഴുതിയിട്ടില്ല. മാ കത്തബ ത്വാലിബ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി എഴുതിയിട്ടില്ല. കത്തബ എന്നുള്ളത് എന്താണ്? ഒരു മാളിയായ ഫിഅലാണ്. മാത്രമല്ല ആ ഒരു പ്രവൃത്തി എഴുതാതിരിക്കുക, അതിൻ്റെ വക്താവ്, അത് ചെയ്ത ആളാരാ? ത്വാലിബാണ്. ആ ത്വാലിബിന് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം മാറൂഫാണ്, മാളിയാണ്, മാറൂഫാണ്. പിന്നെന്താണ്? മുസ്ബത്താണോ മൗഫിയാണോ? മുസ്ബത്തല്ലല്ലോ, ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നല്ല പറയണേ, ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നല്ലേ. അപ്പോൾ മൗഫിയാണ്. മാളി മാറൂഫ് മൗഫി. ആദ്യം പറഞ്ഞത് മാളി മാറൂഫ് മുസ്ബത്ത്. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ രൂപങ്ങൾ വരുന്നത്. മാളി തന്നെ മാറൂഫുണ്ട്, മജ്ഹൂലുണ്ട്. അതന്നെ മാറൂഫാണെങ്കിലും മുസ്ബത്തും മൗഫിയുണ്ട്, മജ്ഹൂലാണെങ്കിലും മുസ്ബത്തും മൗഫിയുണ്ട്. ഇനി അടുത്ത് പറയുന്നത് ഫൽ മാളി നൗആനി. മാളിയായ ഫിഅൽ രണ്ട് ഇനങ്ങളാണ്. നൗഉൻ നൗആനി. നൗ എന്ന് പറഞ്ഞാൽ ഇനം, നൗആനി പറയുമ്പോൾ രണ്ട് ഇനമാണ്. മാളി രണ്ട് രൂപത്തിലാണ് വരാം, ഒന്ന് മാറൂഫും ഒന്ന് മജ്ഹൂലും. അതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ഇനി പറയുന്നത് ഫൽ മഅറൂഫു. അപ്പോൾ അതിൽ നിന്നുള്ള മാറൂഫായ മാളിയായ ഫിഅൽ ഉണ്ടല്ലോ, അത് അല അർബഅത അശറ വജ്ഹൻ, 14 രൂപത്തിലാണ് വരാറ്. അത് ഒരു 14 രൂപ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ സർഫാക്കുമല്ലോ, ഫഅല ഫഅല ഫഅലു. അപ്പോൾ അത് മൊത്തം കൂട്ടി കഴിഞ്ഞാൽ ഫഅല ഫഅല ഫഅലു 3, ഫഅലത്ത് ഫഅലത്ത ഫഅൽന 6, ഫഅൽത്ത ഫഅൽത്തുമ ഫഅൽത്തും 9, ഫഅൽത്തി ഫഅൽത്തുമ ഫഅൽത്തുന്ന 12, ഫഅൽത്തു ഫഅൽന. ഓക്കെ, 14. അപ്പോൾ അതാണ് 14 രൂപം എന്ന് പറയുന്നത്. ഫൽ മഅറൂഫു അല അർബഅത അശറ വജ്ഹൻ. മാറൂഫായ മാളിയായ ഫിഅൽ അത് 14 രൂപത്തിലാണ് വരാറ്. ഒന്ന് ഫഅല, രണ്ടാമത്തത് ഫഅല, മൂന്നാമത്തത് ഫഅലു, അങ്ങനെ. ഇനി പറയുന്നത് സലാസത്തുൻ ലിൽ മുദക്കരിൽ ഗായിബി. 14 ഉണ്ട് പറഞ്ഞല്ലോ. ഒരു മാറൂഫായ മാളിയായ ഫിഅൽ 14 ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽപ്പെട്ട
ആദ്യത്തെ മൂന്നെണ്ണം അതാണ് സലാസത്തുൻ. അതിൽ മൂന്നെണ്ണം 14 നിന്നുള്ള ആദ്യത്തെ മൂന്നെണ്ണം അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അത് ലിൽ മുദക്കരിൽ ഗായിബി, ഒരു ഗായിബായ മുദക്കറിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് മുദക്കറും മുഅന്നത്ത്. മുദക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഅന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഒരാണിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? മുദക്കർ എന്ന് പറയുന്നു. ഒരു പെണ്ണിനെ കുറിച്ച് മുഅന്നത്ത് എന്ന് പറയുന്നു. അപ്പോൾ മുദക്കറിന് വേണ്ടി ഉപയോഗിക്കാറിൽ ഒരാണ് ചെയ്തു, ഒരാണ് ചെയ്തു എന്നുള്ളതിനാണ് എന്ത് ചെയ്യുക? ആദ്യത്തെ പദം ഉപയോഗിക്കുക, ഫഅല എന്നുള്ളത്. ഒരാണ് പ്രവർത്തിച്ചു, ഒരാൾ പ്രവർത്തിച്ചു. ഫഅല എന്നുള്ളത് രണ്ടാണുങ്ങൾ പ്രവർത്തിച്ചു. ഫഅൽ എന്ന് പറയുമ്പോൾ അനേകം ആണുങ്ങൾ എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. അതാണ് ആദ്യത്തെ മൂന്നെണ്ണം എന്തിനുള്ളതാണ് പറഞ്ഞത്? മുദക്കറിനുള്ളതാണ് എന്ന് പറഞ്ഞത്. പിന്നെ ഗായിബായ മുദക്കർ എന്ന് പറഞ്ഞു. ഗായിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, ഗായിബ് ഹാദിർ. ഹാദിർ എന്ന് പറയുമ്പോൾ ഹദറ, നമ്മുടെ അടുത്ത് ഹാജരായ, നമ്മുടെ അടുത്ത് ഉള്ള ഒരാളെ കുറിച്ചാണ് ഹാദിർ എന്ന് പറയാം. ഇനി ഗായിബ് എന്ന് പറഞ്ഞാലോ, നമ്മുടെ അടുത്തില്ലാത്ത കുറച്ചപ്പുറമുള്ള ഒരാൾ, അയാളെ കുറിച്ചാണ് ഗായിബ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ അടുത്തില്ലാത്ത കുറച്ചപ്പുറത്തുള്ള, ദൂരമുള്ള, അതല്ലെങ്കിൽ ഗൾഫിലുള്ള അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മുടെ അടുത്തില്ലാത്ത ആൾക്കാരൊക്കെ ഗായിബിൽ പെട്ടു. അപ്പോൾ അവൻ ചെയ്തു, അവർ 2 പേർ ചെയ്തു, അവർ അനേകം പേർ ചെയ്തു. അപ്പോൾ അതാണ് എന്ത്? ഗായിബ് എന്ന് പറഞ്ഞാൽ. ഹാദിർ എന്ന് പറയുമ്പോൾ നീ ഒരാൾ ചെയ്തു, നിങ്ങൾ 2 പേർ ചെയ്തു, നിങ്ങൾ അനേകം പേർ ചെയ്തു. അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുക? ഹാദിർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ വായിക്കുക. 3 മുദക്കർ ഗായിബിനുള്ളതാണ്. മുദക്കർ ഗായിബ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തില്ലാത്ത ഒരാണ്, അവൻക്ക് വേണ്ടി. അതുപോലെ തന്നെ അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ അവർ 2 പുരുഷന്മാർ പ്രവർത്തിച്ചു, അവർ അനേകം പുരുഷന്മാർ പ്രവർത്തിച്ചു, അല്ലേ? ഗായിബാണ്, മുദക്കറാണ്. അതാണ് അതിലാദ്യത്തെ 3 മുദക്കർ ഗായിബിനുള്ളതാണ് എന്ന് പറഞ്ഞത്. ഇനി വസലാസത്തുൻ ലിൽ മുഅന്നസിൽ ഗായിബി, രണ്ടാമത്തെ 3 അത് മുഅന്നസ് ഗായിബിനുള്ളതാണ്. മുഅന്നസ് പറഞ്ഞാൽ പെണ്ണ്. ഒരു ഗായിബായ പെണ്ണിന് വേണ്ടിയിട്ടാണ് അവസാനത്തെ 3 ഉപയോഗിക്കുക. അതായത് അവൾ ഒരു സ്ത്രീ പ്രവർത്തിച്ചു, അതിനാണ് 4ാമത്തെ ഫഅലത്ത് എന്ന് പറയാം. ഫഅലത്ത എന്ന് പറയുമ്പോൾ അവർ 2 സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅല്ല എന്ന് പറയുമ്പോൾ അവർ അനേകം സ്ത്രീകൾ പ്രവർത്തിച്ചു. കണ്ട, സ്ത്രീകളാണ്, മുഅന്നത്താണ്, ഗായിബാണ്, അവരാണ്, അതല്ലാതെ ഇവളല്ല, നീയല്ല, അവൾ. പിന്നെയുള്ളത് വസലാസത്തുൻ ലിൽ മുദക്കരിൽ ഹാദിരി, ഹാദിറായി മുദക്കറിനുള്ളതാണ് പിന്നത്തെ 3 അതായത് 7 മുതൽ 9 വരെ, 7, 8, 9. ഉദാഹരണത്തിന് ഫഅൽത, നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. ഫഅൽതുമ, നിങ്ങൾ 2 പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫഅൽതും, നിങ്ങൾ അനേകം പുരുഷന്മാർ പ്രവർത്തിച്ചു. അപ്പോൾ 3ാമത്തെ 3 മുദക്കർ ഹാദിറിനുള്ളതാണ്. ഇനി അതിന് ശേഷമുള്ള ഫഅൽതി, ഫഅൽതുമ, ഫഅൽതുന്ന അത് ഹാദിറായ മുഅന്നത്തിനുള്ളതാണ്. വസലാസത്തുൻ ലിൽ മുഅന്നസിൽ ഹാദിരി, ഒരു ഹാദിറായ മുഅന്നത്തിനുള്ളതാണ് അവസാനത്തെ 3. അതായത് 10, 11, 12. ഉദാഹരണത്തിന് ഫഅൽതി, നീ ഒരു സ്ത്രീ പ്രവർത്തിച്ചു. ഫഅൽതുമ, നിങ്ങൾ 2 സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅൽതുന്ന, നിങ്ങൾ അനേകം സ്ത്രീകൾ പ്രവർത്തിച്ചു. പിന്നെ അവസാനം 2 ഉണ്ടല്ലോ. നമ്മളിപ്പോൾ മൊത്തം 12 പറഞ്ഞു. ഇനി 2 കൂടി ഉണ്ട്. വസ്നാനി, അവസാനത്തെ 2 അതായത് ഫഅൽതു, ഫഅല്ല അത് ലിൽ മുത്തകല്ലിമി, മുത്തകല്ലിമിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മുത്തകല്ലിം എന്ന് പറയുമ്പോൾ എന്താ? മുത്തകല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആൾ, ഈ പറയുന്ന ആൾ. ഇപ്പോൾ ഞാനാണ് എന്ത് ചെയ്യുന്നത്? അവൻ പ്രവർത്തിച്ചു എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ മുത്തകല്ലിമിന് വേണ്ടിയുള്ളതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ചെയ്തു, ഞാൻ വായിച്ചു, ഖറഅതു, ഞാൻ വായിച്ചു. അതല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 2-3 ആൾക്കാരുണ്ട്. അപ്പോൾ മുത്തകല്ലിമീങ്ങൾ ഒരാളുണ്ടാവുക, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവുക, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാളാണെങ്കിൽ എന്ത് പറയും? ഞാൻ ചെയ്തു എന്ന് പറയും. ഒന്നിനേക്കാൾ അധികരിച്ച 2 ആൾക്കാരോ 3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു എന്നും പറയും.
അപ്പോൾ ഞാൻ ചെയ്തു എന്നുള്ളതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫഅൽതു, ഞാൻ പ്രവർത്തിച്ചു. ഖറഅതു, ഞാൻ വായിച്ചു. ഇനി ഒന്നിനേക്കാൾ അധികം ഉണ്ടെങ്കിലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫഅൽന എന്ന് ഉപയോഗിക്കും. ഫഅൽന, ഞങ്ങൾ പ്രവർത്തിച്ചു. ഖറഅന, ഞങ്ങൾ വായിച്ചു. ളറബ്ന, ഞങ്ങൾ അടിച്ചു. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ അവസാനത്തെ രണ്ടെണ്ണം വരുന്നത്. മനസ്സിലായല്ലോ? ആദ്യത്തെ മൂന്നെണ്ണം മുദക്കർ ഗായിബിനും, രണ്ടാമത്തെ മൂന്നെണ്ണം മുഅന്നസ് ഗായിബിനും, മൂന്നാമത്തെ മൂന്നെണ്ണം മുദക്കർ ഹാദിറിനും, നാലാമത്തെ മൂന്നെണ്ണം മുഅന്നസ് ഹാദിറിനും, അവസാനത്തെ രണ്ടെണ്ണം മുതകല്ലിമിന് വേണ്ടിയുള്ളതാണ്. മുതകല്ലിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണ്, ഞാൻ ചെയ്തു എന്ന്. അപ്പോൾ മുതകല്ലിമാരാ ഈ സംസാരിക്കുന്ന ആൾ അയാളെ കുറിച്ച് പറയുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈ അവസാനത്തെ രണ്ട് പദം ഉപയോഗിക്കുക.